കോഴിക്കോട് രൂപതയുടെ കീഴിൽ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു ധ്യാനകേന്ദ്രമാണ് മരിയ ഭവൻ. ഈ മരിയ ഭവനിൽ മാസം തോറും ഒരു കൂട്ടായ്മയുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന മക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു കൂട്ടായ്മ. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മേലധികാരിയായ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ തുടങ്ങി വെച്ച ഈ കൂട്ടായ്മയിൽ വെച്ചാണ് ഞാൻ നമ്മുടെ ചിന്നക്കുട്ടേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടു പരിചയപ്പെട്ടപ്പോഴാണ് കക്ഷി ധ്യാനം കൂടി ക്യാൻസർ രോഗം സുഖപ്പെട്ട വ്യക്തിയാണെന്ന് അറിഞ്ഞത്. എന്നാൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഇതുവരെ എന്ന് കണ്ടുമുട്ടിയോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വളരെ അടുത്ത ഹൃദയത്തിൻ്റെ ഉടമകളാണ്. കൂടെയുള്ള ചാമിക്കുട്ടിയേട്ടൻ, രാജു, ഞങ്ങളെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷവും കുടുംബത്തിലുള്ള പ്രാർത്ഥനയും അവരുടെ വിശ്വാസ ജീവിതമൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപ ഇവർ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം ഒരുപാട് വളർത്തി. ഒന്ന്, അവരുടെ ശക്തമായ പ്രാർത്ഥന തന്നെയാണ് കാരണം. നല്ല വീടും അന്തരീക്ഷവും വാഹനങ്ങളും മറ്റെല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ശരിക്കും കണ്ടറിഞ്ഞ് വാരിക്കോരി കൊടുത്തു. ഇന്ന് അവരുടെ ഓരോ പ്രാർത്ഥനയും, അവരുടെ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനയും പ്രവർത്തികളൊക്കെ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ദാരിദ്ര്യമോ ഇല്ലാപ്പാട്ടോ ഒന്നും അവരുടെ ഭാഗത്തില്ല. ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാം മനോഹരമായിട്ട് ദൈവം നയിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഇവരെന്ന് കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ഏത് പ്രദേശത്ത് എന്തിനു വിളിച്ചാലും അവരുടെ വണ്ടി ഉപയോഗിച്ച് നമ്മളെ കൂടെ വരും. ഏത് കഷ്ടത നിറഞ്ഞ പ്രദേശത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ അവിടെ കണ്ണുനീരൊപ്പം വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ സജീവമായിട്ട് ഇവരെല്ലാം കൂടെ ഉണ്ടായിരിക്കും. ഉരുൾപൊട്ടി തകർന്ന് തരിപ്പണമായ ഭൂതാനം എന്ന് പറഞ്ഞ സ്ഥലം, നിലമ്പൂർ, നമുക്കറിയാം. ആ സ്ഥലത്ത് 3 വർഷം ഞങ്ങൾ സ്ഥിരമായി പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം മുഴുവനും ആ പ്രദേശത്ത് ഇന്ന് അനുഭവിക്കുന്ന ആ ക്ലേശം ഇനി ഉണ്ടാകരുതേ, ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഈ പോക്കിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജ്യേഷ്ഠന്മാരില്ല എനിക്ക്, പക്ഷേ എൻ്റെ ജ്യേഷ്ഠ തുല്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് ഇവർ 3 പേര്. കർത്താവ് ഇനി ഒരുപാട് വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തൊട്ട ആ ഒരു നിമിഷം തൊട്ട് പ്രാർത്ഥനയിൽ മാന്യമില്ലാതെ എന്ന് തന്നെ പറയാം അല്ലേ. ഇങ്ങനെ മുന്നോട്ട് പോകാണ്ട ഒരു ഊർജമായിരുന്നു ചേട്ടനും ചേച്ചിക്കും ഒക്കെ കിട്ടിയിരുന്നത്. മക്കളെ ഞാൻ ചാമുക്കുട്ടിയേട്ടനെ ഈ സൗഖ്യം കിട്ടിയ വന്ന് രാത്രി ചാമുക്കുട്ടിയേട്ടനെ കാല് പിടിച്ച് പറഞ്ഞു, ഇനി നമ്മൾ ഒരുപാട് മക്കളെ നമുക്ക് ഉണർത്തണം. ഇത് വഴുകിപ്പോയല്ലോ യേശുവിനെ അറിയാനുള്ള ഒരു തന്മനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആർത്ത് പിടിച്ച കരച്ചിലന്ന് ഞാനൊക്കെ അറിഞ്ഞു. അതിനുശേഷം ഒരുപാട് മക്കളെ നമ്മളല്ല ദൈവം നമ്മളിലൂടെ നയിച്ചു കൊടുക്കുകയാണ്. പോകുകയാണ്. ആരെങ്കിലുമൊക്കെ പറയും, ആരോടും നിന്ന് പറയും, ചിലപ്പോൾ ദൈവത്തിന് പറിച്ച് പറയും, ചിലപ്പോൾ ഒരു ഭാര്യ പറയും, ആരോടും പറയുമ്പോൾ പേടിച്ച് പറയണേ, ഇന്നത്തെ കാലങ്ങളാണ്. അതല്ല, ദൈവത്തെ പറയുമ്പോൾ ദൈവത്തെ കൊടുത്തന്നെ പറയണം. എന്നമാതിരി ഞങ്ങൾ മക്കൾ ഇതൊക്കെ വിശ്വസിച്ചത് എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ മക്കൾ ആര് കൊണ്ടുപോകും, നിങ്ങളെ മകൻ എങ്ങനെ പെണ്ണ് കിട്ടും. അതൊരു ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവിൻ്റെ അടുത്താണ് മുട്ടുകുത്തിയുന്നത്, അത് ദൈവം തന്നെ പരിഹരിക്കും. ഇങ്ങനെ പറഞ്ഞൊരു അങ്ങനെ പറഞ്ഞു. മൂത്ത മോളെ കൊണ്ടുപോയി. എനിക്ക് അമലയിൽ പോകുമ്പോൾ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു മോളെ നഴ്സിങ്ങിന് പഠിപ്പിക്കണം, ഈശോയെ നന്ദി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾക്കൊണ്ട് എത്ര പൈസ. അപ്പം ഒരുപാട് മോൾ +2 വരെ പഠിച്ചിട്ട് ഒന്നും അറിയില്ല മോൾക്ക്. അങ്ങനെ നഴ്സിങ്ങിന് പഠിപ്പിച്ചു. 2 ലക്ഷം റുപ്യയാണെന്ന് പറഞ്ഞു. എവിടെ നിന്ന് അടച്ച പൈസ പിന്നെയും തിരിച്ചു, പിന്നെയും പറഞ്ഞവരടയ്ക്കാൻ. അങ്ങനെ നഴ്സിങ്ങിന് പഠിച്ചു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ജയ്സനച്ഛൻ ഉണ്ടായിരുന്നു കോഴിക്കോട്. നീ ഓളെ പഠിപ്പിക്ക്, അതിന് നീ കർത്താവ് നൽകി. അത് വെച്ച് ഞങ്ങളൊരു കടബാധ ഓളെ പഠിച്ചു. അതിപ്പോൾ പോകണില്ല, എന്നാലും നഴ്സിംഗ് ജോലി നല്ല ഒരു സീസണമാതിയായ ജോലി എല്ലാ കാര്യത്തിനും നഴ്സിംഗ് ജോലി പഠിപ്പിച്ചു. മോനെങ്ങനെ ITയിൽ ചെന്നിട്ട് പഠിക്കണം, അവനും പഠിപ്പിച്ചു. മക്കളെ കല്യാണം ഈ മകളെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് പ്രാർത്ഥന പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ട് അത് ഒരിക്കലും ഇനി മുന്നോട്ടല്ലാതെ ഞങ്ങൾ പിന്നോട്ടമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സമരം വിളിച്ച മാതിരിക്കും മുന്നോട്ടല്ലാതെ പിന്നോട്ടില്ല. അങ്ങനെ വിളിച്ച് പറഞ്ഞു. മോളെ അതേമാതിരിക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത മക്കളെ അവർ പറഞ്ഞു, മകളോട് പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു. മകളെ വിശ്വാസത്തിലേക്ക് അവരും കാല് വെച്ച് വിശ്വാസം അറിഞ്ഞു, പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസം ആള് കൂടി അതിഗംഭീരമായ കല്യാണം 3 ആളിലും നന്നായിട്ട് കഴിച്ചു, സുഖമായിട്ട് കഴിയുന്നു. നല്ല മരുമക്കളെ 7 പേരക്കുട്ടികളൊക്കെ തന്നു. നല്ല സ്നേഹത്തിൻ്റെ മക്കളാണ്. മരുമോള് അതല്ല, മരുമോളെ കിട്ടൂല, അങ്ങ് മക്കളെ കൊണ്ടെങ്കിൽ മകനെ അങ്ങനെ കിട്ടും. ഇങ്ങോട്ട് വരുന്നതല്ല, കൊടുത്തതല്ല.
ഞാൻ പറഞ്ഞു ഞാൻ കർത്താവായ യേശുവിൽ അപ്പോഴും പറഞ്ഞു മുട്ടുകുത്തിയത് കർത്താവിൻ്റെ മുന്നിലാണ്. അതേ പറയുള്ളൂ, ഞാൻ ദൈവത്തിന് മാത്രം പറയും. അപ്പോൾ അവിടെ ഒന്നും വേണ്ടാത്തൊരു സ്ഥലമാണ്, നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളെ കണ്ട്. ഞാൻ എൻ്റെ പെങ്ങളെ കൊടുത്തോളൂ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ദൈവം എനിക്കൊരു പ്രാർത്ഥനാ സമയത്ത് ഒരു പള്ളി കാണിച്ചു തരാം, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയി പെണ്ണ് ചോദിച്ചാൽ പെണ്ണിനെ ഇങ്ങോട്ട് തല്ലി തരിക. പ്രാർത്ഥനയ്ക്കും വിശ്വസിക്കുന്നു.